നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് 6/3/2026 വെള്ളിയാഴ്ചത്തെ റബ്ബർ വിലകളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. റബ്ബർ വിലകൾ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് കൃത്യമായ വില കൃത്യസമയത്ത് തന്നെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. എല്ലാവരും ഇതിലേക്ക് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം. ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ റബ്ബർ വില മൊത്തത്തിൽ തകർന്നു എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാത്തിൻ്റെയും വില കുറഞ്ഞു. റബ്ബർ ഷീറ്റിൻ്റെ ആയാലും ലാറ്റക്സിൻ്റെ ആയാലും മൊത്തത്തിൽ വില കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. റബ്ബർ വില കൂടുന്ന സമയത്ത് ടാപ്പിംഗ് തൊഴിലാളികൾ പ്രതീക്ഷിച്ചിരുന്നു. റബ്ബർ ഷീറ്റിന് വില കൂടിയല്ലോ, അപ്പോൾ ടാപ്പിംഗ് കൂലിയിലും ചെറിയൊരു വർധനവ് വരുത്താമെന്ന് പലരും ചിന്തിച്ചിരുന്നു. പലരും ആ അഭിപ്രായം നമ്മളോട്ട് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷ എല്ലാം തകർത്തുകൊണ്ട് റബ്ബറിന് വില കുറഞ്ഞു. അപ്പോൾ നമ്മൾ റബ്ബറിന് വില കുറഞ്ഞ സ്ഥിതിക്ക് കൂലി കൂട്ടുന്ന കാര്യം ഇപ്പോൾ ചോദിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കർഷകരെല്ലാം വളരെയേറെ വിഷമത്തിലിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്കിത് ചോദിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പലരും നമ്മളോട് ചോദിച്ചു, ഈ റബ്ബറിന് വില കുറയുന്നത് യുദ്ധം കൊണ്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ യുദ്ധം കൊണ്ട് സാധാരണ എന്താണ് സംഭവിക്കുന്നത്? സാധനത്തിനെല്ലാം വില കൂടുകയാണ് ചെയ്യുന്നത്. സ്വർണ്ണത്തിനായാലും എല്ലാത്തിനും വില കൂടുകയാണ്. അപ്പോൾ റബ്ബറിനും വില കൂടേണ്ടതാണ്. അപ്പോൾ ആ പേരും പറഞ്ഞ് വില കുറയ്ക്കുകയായിരിക്കാം. അപ്പോൾ റബ്ബർ ഷീറ്റിന് വില കുറഞ്ഞു, പക്ഷേ ടയറിന് വില കുറഞ്ഞിട്ടുണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഒരാൾ കമൻറ്റിലൂടെ ചോദിച്ചു, റബ്ബർ വിലയ്ക്കൊപ്പം റബ്ബറിനെക്കുറിച്ചും മറ്റ് കൃഷിയെക്കുറിച്ചും ഒക്കെ ഒന്ന് പറയണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് ഞാൻ പറയുന്നുണ്ട്. എല്ലാ ദിവസവും 7 മണിക്ക് അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ മറക്കാതെ കാണുക. അപ്പോൾ എല്ലാ കൃഷി സംബന്ധമായിട്ടുള്ള എല്ലാ വാർത്തകളും അതിൽ പറയുന്നതായിരിക്കും. എന്തായാലും ഇനി ഒട്ടും സമയം കളയാനില്ല. എന്നാൽ നമുക്ക് ഇന്നത്തെ റബ്ബർ വില നോക്കാം. റബ്ബർ ബോർഡ് വില കോട്ടയം RSS 4 1 കിലോയ്ക്ക് 218 രൂപ. RSS 5 1 കിലോയ്ക്ക് 213 രൂപ. ISNA 20 1 കിലോയ്ക്ക് 194 രൂപ. ലാറ്റക്സ് 60% 147 രൂപ 40 പൈസ. ഇതാണ് കോട്ടയത്തെ വില. ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം. RSS 4 1 കിലോയ്ക്ക് 218 രൂപ. RSS 5 1 കിലോയ്ക്ക് 213 രൂപ. ഇതാണ് കൊച്ചിയിലെ വില. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഇനം ഷീറ്റിൻ്റെ വില നോക്കാം. ലൂസ് 1 കിലോയ്ക്ക് 205 രൂപ 50 പൈസ. ലോട്ട് 1 കിലോയ്ക്ക് 187 രൂപ മുതൽ 192 രൂപ വരെയും. ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം. 80% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 146 രൂപ. 60% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 109 രൂപ 50 പൈസ. ഇനി നമുക്ക് അകർത്തല വില നോക്കാം. RSS 4 1 കിലോയ്ക്ക് 208 രൂപ. RSS 5 1 കിലോയ്ക്ക് 205 രൂപ. ഇനി നമുക്ക് വിദേശ വില നോക്കാം. ബാങ്കോക്ക് RSS 1 1 കിലോയ്ക്ക് 235 രൂപ 25 പൈസ. RSS 2 1 കിലോയ്ക്ക് 233 രൂപ 48 പൈസ. RSS 3 1 കിലോയ്ക്ക് 231 രൂപ 88 പൈസ. RSS 4 1 കിലോയ്ക്ക് 231 രൂപ 1 പൈസ. RSS 5 1 കിലോയ്ക്ക് 230 രൂപ 57 പൈസ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം. ഫീൽഡ് ലാറ്റക്സ് 195 രൂപ. 25% DRC ഉള്ള 200 ലിറ്റർ ഉള്ളുന്ന പാലിന് 9750 രൂപ. 30% DRC ഉള്ള 200 ലിറ്റർ ഉള്ളുന്ന പാലിന് 11700 രൂപ. 35% DRC ഉള്ള 200 ലിറ്റർ ഉള്ളുന്ന പാലിന് 13650 രൂപ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം. വ്യാപാരി വില കോട്ടയം RSS 4 1 കിലോയ്ക്ക് 210 രൂപ. RSS 5 1 കിലോയ്ക്ക് 205 രൂപ. ISS 1 കിലോയ്ക്ക് 183 രൂപ മുതൽ 183 രൂപ 50 പൈസ വരെയും. ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് 70% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 123 രൂപ മുതൽ 136 രൂപ വരെയും. ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ RSS 4 5 ISNA 20 1 കിലോയ്ക്ക് 1 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ലാറ്റക്സ് 60% 55 പൈസ കുറഞ്ഞു. ലൂസിന് 50 പൈസ കുറഞ്ഞു. ലോട്ടിന് 2 രൂപ കുറഞ്ഞു. ലാറ്റക്സിൻ്റെ വ്യാപാരി വിലയിൽ 3 രൂപ കുറഞ്ഞു. റബ്ബർ ഷീറ്റിൻ്റെ വ്യാപാരി വിലയിൽ RSS 4 5 ISS ഒട്ടുപാലിനും 1 കിലോയ്ക്ക് 1 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം. തേങ്ങ 1 കിലോയ്ക്ക് 50 രൂപ മുതൽ 80 രൂപ വരെയും. കൊക്കോ 330 രൂപ. കച്ചോലം 500 രൂപ. വെളിച്ചെണ്ണ തയ്യാർ 275 രൂപ 80 പൈസ. വെളിച്ചെണ്ണ മില്ലിംഗ് 280 രൂപ. കൊപ്ര എടുത്തപടി 157 രൂപ. അടക്ക പുതിയ തൊഴിലേക്ക് 390 രൂപ. അടക്ക പഴയ തൊഴിലേക്ക് 360 രൂപ. കാഞ്ഞിരക്കുരു 1850 രൂപ. കയർ നെയ്ത് 3800 രൂപ. ജാതിക്കത്തൊണ്ടൻ 300 രൂപ. ജാതിപത്രി ചുവപ്പ് 1500 രൂപ. ജാതിപത്രി ചുവപ്പ് സെക്കൻഡ് 500 രൂപ. ജാതിപത്രി മഞ്ഞ 1500 രൂപ. ജാതിപത്രി ഫ്ലവർ ചുവപ്പ് 1800 രൂപ മുതൽ 2000 രൂപ വരെയും. ജാതിപത്രി ഫ്ലവർ മഞ്ഞ 2000 രൂപ മുതൽ 2100 രൂപ വരെയും. ഗ്രാമ്പു 800 രൂപ. നാടൻ 925 രൂപ. ജാതിക്ക തൊണ്ടില്ലാത്ത പുതിയത് 630 രൂപ മുതൽ 650 രൂപ വരെയും. ജാതിക്ക തൊണ്ടില്ലാത്ത പഴയത് 300 രൂപ. സെക്കൻഡ് 200 രൂപ. പിണ്ണാക്ക് എക്സ്പെല്ലർ 43 രൂപ. റോട്ടറി 44 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 1 കിലോയ്ക്ക് 694 രൂപ. കുരുമുളക് പുതിയ 1 കിലോയ്ക്ക് 684 രൂപ. കുരുമുളക് ഗാർബിൾഡ് 1 കിലോയ്ക്ക് 714 രൂപ. ചുക്ക് ബെസ്റ്റ് 300 രൂപ. മഞ്ഞൾ സേല 155 രൂപ. വാഴക്കുളം പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് 48 രൂപ. പച്ച 46 രൂപ. പഴം 57 രൂപ.
കാപ്പിപ്പരിപ്പ് കിൻഡൽ 36,000 രൂപ, ഉണ്ടച്ചാക്ക് 54 കിലോ 10,800 രൂപ, കുരുമുളക് വയനാടൻ 690 രൂപ, ചേട്ടൻ 680 രൂപ, ഇഞ്ചിച്ചാക്ക് 60 കിലോ 2,200 രൂപ, ഏലം ഉണക്ക കിലോ 2,300 രൂപ മുതൽ 2,700 രൂപ വരെ, നെല്ല് കിൻഡൽ 2,500 രൂപ, നേന്ത്രക്കായ കിൻഡൽ 1,200 രൂപ. ഇനി നമുക്ക് പാലക്കാട് മാർക്കറ്റ് നോക്കാം. ചുക്ക് 200 രൂപ മുതൽ 250 രൂപ വരെയും, അടയ്ക്ക 350 രൂപ, പുതിയ അടയ്ക്ക 275 രൂപ, കസ്തൂരി മഞ്ഞൾ 110 രൂപ, ഗ്രാമ്പു 750 രൂപ, ജാതിത്തൊണ്ടൻ 250 രൂപ മുതൽ 300 രൂപ വരെയും, ജാതിപ്പരിപ്പ് 650 രൂപ, ജാതിപത്രി 1,500 രൂപ മുതൽ 2,000 രൂപ വരെയും, കുരുമുളക് 675 രൂപ, ഏലക്ക 2,000 രൂപ മുതൽ 2,500 രൂപ വരെയും, തേങ്ങ 48 രൂപ മുതൽ 50 രൂപ വരെയും, കാപ്പിക്കുരു തൊണ്ടൻ 180 രൂപ, വിരൽ മഞ്ഞൾ 160 രൂപ, തട മഞ്ഞൾ 150 രൂപ. ഇതാണ് ഇന്നത്തെ വിലകൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.